ദോഷം തന്നെങ്കിൽ നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തൊട്ടാവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ അന്വേഷണം ഏറ്റവും ആക്റ്റീവായ എല്ലാ കാര്യങ്ങളിലെയും മുൻപന്തിയിലുള്ള ഒരു സോഷ്യൽ വർക്കറാണ് അദ്ദേഹത്തെ. എനിക്ക് വർഷങ്ങളായിട്ടറിയാം. ഏത് കാര്യങ്ങൾ ഏറ്റെടുത്താലും വളരെ വിശ്വസ്തയോടുകൂടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഉൾപ്പന്തറയിൽ അദ്ദേഹം ഏറ്റവും നല്ല ഒരു നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആധുനികമായ ഒരു ക്രമീകരണം, വളരെ ചുരുങ്ങിയ ഒരു സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും വിപുലമായ സാധ്യതകളോടുകൂടിയുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകൾക്ക് ഉപകാരപ്രദമായ നല്ല സേവനം കൊടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. സ്നേഹിതനായ ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായിരുന്ന ലിസി ജോസഫ് മാളിത്തോട്ടം, അതുപോലെ പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാങ്ക് പ്രസിഡന്റുമായ ശ്രീ ലൂക്കോസ് മാഖിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കുണ്ടുകാല, പ്രിയങ്കരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിൽ ജോർജ്, CM ജോർജ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ജോൺ പോൾ തിരുമള്ളി, അതുപോലെ മറ്റ് റോബിൻസണുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഒഫീഷ്യൽസ് എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാൻ രാവിലെ 9 വൈകിട്ട് ഒരു ചടങ്ങ് ഏറ്റുപോയി. അവിടെ വേവാട് കായലിലെ പുതിയ കുട്ടികൾ നീന്തി വരുന്ന ഒരു ചടങ്ങ് അവർ സ്വീകരിക്കുന്ന പോയതാണ്. പക്ഷേ കുട്ടികൾ വെള്ളത്തിൽ അവർ നീന്തി കയറാതെ സ്വീകരിക്കാൻ പോയാത്ത അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സമയം വൈകിപ്പോയത്. അതിനെല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി നമ്മുടെ നാടിന് അനുഗ്രഹപ്രദമായി എല്ലാവർക്കും നല്ല സേവനം കൊടുക്കുന്ന ഒരു സെന്ററായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റോബിൻസണും സഹധർമ്മിണിയും കുടുംബാംഗങ്ങൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി തീരട്ടെ, എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു. എല്ലാ ആശംസകളും. പ്രിയപ്പെട്ട എൻ്റെ ഉടമസ്ഥൻ പ്രിയപ്പെട്ട ശ്രീ റോബിൻസൺ, അതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന പ്രസിഡന്റ് ശ്രീ ജോൺ പോൾ തെങ്ങുംപള്ളി അടക്കം ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ഈ ബിൽഡിംഗ് ഓണർ പ്രിയപ്പെട്ട ശ്രീ ജോഷി കൊടിക്കൽ, പ്രിയപ്പെട്ട മറ്റ് സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കുറുപ്പന്തറക്കവലയ്ക്ക് ഒരു ഐശ്വര്യമായിട്ട് തന്നെ ഇന്നേ ദിവസം നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ ഇവിടെ ഇതുപോലൊരു നല്ല ഒരു കഫേ കൗണ്ടർ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ടേക്ക് അവേ കൗണ്ടറായിട്ടാണ് കൂടുതലും ഇവിടെ സർവീസ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവിധ തരത്തിലുള്ള ബിരിയാണികൾ കേരളത്തിൽ ഇന്ന് ലഭിക്കുന്ന ബിരിയാണികൾ ഏറ്റവും മെച്ചപ്പെട്ട ക്വാളിറ്റിയോടെ നമ്മുടെ കുറുപ്പന്തറയിലും അത് ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് ഏത് ജോലിയെടുത്താലും നല്ല ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന് പകർന്നു തരേണ്ട ഒരു മാതൃക തന്നെയാണ്. ആ കാര്യത്തിൽ റോബിൻസണും കുടുംബവും കാണിച്ച വലിയ മാതൃകയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജോമി എന്നുള്ളത് ക്ഷേത്രത്തിൽ എനിക്ക് നേരത്തെ പരിചയമുള്ള ജോമിയുടെ നേതൃത്വത്തിൽ നല്ല രുചികരമായ ഭക്ഷണം ഇവിടെ കൊടുക്കാൻ കഴിയും എന്നുള്ള നിശ്ചയമായ വിശ്വാസം നമുക്കുണ്ട്. ഇന്നെന്തായാലും തിരക്കുകൾക്കിടയിലെല്ലാം വന്ന് നമ്മുടെ ഈ പരിപാടി, ഈ കഫേയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശ്രീ മോഹൻ ജോസഫ് MLA അടക്കം ഈ നാടിൻ്റെ ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവർക്കും കൃത്യമായ ആ ഒരു ആശംസ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു. മറ്റ് ജനപ്രതിനിധികളെ, പ്രിയമുള്ള നാട്ടുകാരെ, നമുക്കറിയാം മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യ ഘടകമാണ് ഭക്ഷണം. ആ ഭക്ഷണം ഏറ്റവും രുചികരമായി ഗുണമേന്മയോടെ ജപിക്കുക എന്നുള്ളത് അവൻ്റെ അവകാശമാണ്. ആ അവകാശം സാധിച്ചു കൊടുക്കുവാൻ ഈ പുതിയതായിട്ട് തുടങ്ങിയ ഈ സംരംഭത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാർത്ത ഇങ്ങനെയുള്ള ഒരു മനോഹരമായ ദൗത്യം പൂർണ്ണമായി ഒരു ചെറിയ ഷോപ്പിൽ നിന്നൊരു വലിയ ഷോപ്പിലേക്ക് മാറി ഈ ദൗത്യം വളരെ വിജയകരമായി തീരട്ടെ. അതിനോടൊപ്പം റോബിൻസണോടൊപ്പം എല്ലാവരും ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകി ഇത് വൻ വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ കടുത്തുരുത്തി MLA ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മോഹൻ ജോസഫ്, വ്യാപാരി വ്യവസായികൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. കാരണം റോബിൻസണിൻ്റെ ഒരു വലിയൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാണ്. കുറേ ദിവസങ്ങളായിട്ട് റോബിൻസൺ ഇതിന് പിന്നിൽ ഒത്തിരി യത്നിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പറയാൻ ഒറ്റ വാക്കുകളുള്ളൂ,
ലോയിസിന് ഈ കുറുപ്പന്തരക്കാർക്ക് ആരോഗ്യകരവും രുചികരമായ ഭക്ഷണം വിളമ്പാൻ സാധിക്കട്ടെ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്ത നിർത്തുന്നു. ബഹുമാനായ നമ്മുടെ കടന്നൂരി ഞങ്ങളുടെ അഡ്വക്കേറ്റ് മോൻസ് സാറ്, അതുപോലെ തന്നെ സന്നിധിയിലായിരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർ, അതുപോലെ ജോഷിച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ യാദൃശ്യമായിട്ടാണ് ജോഷിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. കാരണം പുറത്തിറങ്ങാൻ ഒരു പ്രോപ്പർട്ടി വിൽക്കാനിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു, ചേട്ടാ ഇതുപോലെ ഞാനൊരു സംഭവം നോക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ വിറ്റുമോ, അതുവരേക്ക് എനിക്കൊന്ന് ജസ്റ്റ് ഒരു ടേക്ക് വേണ്ടി തരാമെന്ന് ചോദിച്ചു. അന്നേരം എന്നോട് ഇങ്ങോട്ട് പോകാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് തന്നെ ഈ സംഭവം കാണിച്ചു. എന്നോട് പറയുന്നത് ഞാനൊന്ന് മെനയാക്കി അങ്ങോട്ട് തരും, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് ജനങ്ങളൊക്കെ കയറുന്ന തിരക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ജോഷിച്ചേട്ടനാണ് ഈ ഐഡിയ നമ്മുടെ തന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്നൊന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് ചെയ്തു വന്നപ്പം ഇങ്ങനെ ഒരു മനോഹരമായ ഒരു കഫേയുടെ ലെവലിലേക്ക് ഞാനത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ജോഷിച്ചേട്ടൻ്റെ അഭിപ്രായങ്ങളും അഡ്വൈസും എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തന രംഗമായി വന്നപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് ഞാൻ സമീപിച്ച സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് സുനിചേട്ടൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും വിദേശത്തേക്ക് പോയ സമയത്തൊക്കെ വിളിച്ച് വാട്സപ്പിൽ ചോദിച്ചു, എന്താണ് എങ്ങനെയാണ് ചോദിച്ചു, എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റെല്ലാ വ്യക്തികളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, ദിനേഷ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ലിയോൺ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അതുപോലെ തന്നെ ലിയോൺ വൈഫോടെ കൗൺസിലർ കൂടാണ് ഏറ്റുമാനൂർ. ഞങ്ങളെല്ലാവരുടെയും സാന്നിധ്യം, അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിനി മേഡം കുറേ കടയാണ് പുറകെയാണ് തന്നെ, എൻ്റെ മോൻ്റെ കൂടെ ഒരു പിള്ളേർ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ നിഷാ വർമ്മ മേഡം, പിന്നണി ഗായികയാണ്, നമ്മുടെ തുടർ സിനിമയിലെ വില്ലൻ്റെ സഹോദരിയാണ്. അപ്പം ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം നമ്മൾ ഈ ചെറിയൊരു പരിപാടി ചെയ്തപ്പോൾ എല്ലാവരും വന്നെ ബ്ലെസ് ചെയ്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ചെറിയൊരു സംഭവമാണെങ്കിലും എല്ലാവരും, പ്രത്യേകിച്ച് MLAയുടെ വലിയൊരു സപ്പോർട്ട് എൻ്റെ പല കാര്യങ്ങളും, ഞങ്ങൾ കുറേ വർഷങ്ങളായി പല കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. സാറിൻ്റെ വലിയൊരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് സാറിനോട് ഞാൻ നന്ദി പറയുകയാണ്. കടന്നു എല്ലാവരോടും നന്ദി പറയുന്നു. ഗസ്റ്റുകളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഫുഡുണ്ട്, ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ, അത് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പറയാൻ വിട്ടുപോയി, അഫ്സൽ ഈരാറ്റുപേട്ടയാണ്. അഫ്സൽ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാണ്. ഞങ്ങളെല്ലാം, ഞാൻ അഫ്സൽ ലിയോൺ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. വേറെ രണ്ട് പേരൂടെ ഉണ്ട് ബിർളയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ ബിർള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ബ്രാഞ്ച് ഹെഡാണ് ലിയോൺ. അപ്പം എല്ലാവരുടെയും സാന്നിധ്യം എനിക്ക് വളരെ സന്തോഷം തരുന്നു. തുടർന്നും നിങ്ങളുടെയൊക്കെ സാന്നിധ്യ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരുമിക്കുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ട് പോയി തന്നെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നല്ല ഫുഡ് എവിടെ കിട്ടുന്നു അത് നോക്കി, നല്ല ഹോട്ടലിൽ നോക്കി നമുക്ക് വായിക്ക് രുചിയുള്ള നല്ല ഭക്ഷണം, നമുക്ക് ശരീരത്തിന് കുഴപ്പമില്ലാത്ത, ദൂഷ്യമില്ലാത്ത, വിഷമയമില്ലാത്ത ഭക്ഷണം നോക്കി മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമുക്ക് എന്തായാലും കുറുപ്പന്തര ടൗണിൽ ഇതുപോലെ ഒരു പാഴ്സൽ സംവിധാനം, ബിരിയാണി, എല്ലാ സംവിധാനത്തിലുള്ള ബിരിയാണികളുണ്ട്. അത് ഇവിടെ തുടക്കം കുറച്ചിനും എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രത്യേകം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മോൻസ് ബഷീർ സാറ്, അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മുടെ റോബിൻസൺ ഫാമിലി ഉൾപ്പെടെ നമുക്കറിയാം കുറുപ്പന്തറയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലൈ, വിവിധ തരത്തിലുള്ള ബിരിയാണികൾ, ആസ്വാദികരമായ ബിരിയാണികൾ പാഴ്സലായിട്ടും അല്ലാതെയും കൊടുക്കുന്ന ഈ സ്ഥാപനം അത് വളർന്ന് നല്ല രീതിയിൽ കുറുപ്പന്തറയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറുപ്പന്തറയിൽ കൂടെ കടന്നുപോകുന്നവർക്കെല്ലാം ഇത് ഉപകാരപ്പെടട്ടെ, ഇത് വളരെ നല്ല രീതിയിൽ വളർന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറുപ്പന്തറ കവറിയിൽ ജംഗ്ഷനിൽ ഇങ്ങനെയുള്ള പെട്ടെന്ന് പാഴ്സൽ കൊടുത്തുവിടുന്ന ഒരു സംവിധാനം വളരെ കുറവാണല്ലോ. മാറി കൊണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി പോലെയുള്ള ഐറ്റംസ്, ദം ബിരിയാണി ഉണ്ടല്ലേ, ബിരിയാണി ഉണ്ട്, ഇങ്ങനെയുള്ള പുതിയ ഐറ്റംസുകൾ തോന്നിയിട്ടുണ്ട് ഇവിടെ. ദം ബിരിയാണി, കലപ്പക്കട്ടി ബിരിയാണി, കേട്ടിട്ടില്ല പലതും കേട്ടോ. തീർച്ചയായും ഈ സംരംഭങ്ങൾ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള സംരംഭത്തിന് വേണ്ടി കട വിട്ടുകൊടുക്കാൻ ജോഷിയെ പ്രത്യേകം ചെറിയ ജോഷി വളരെ ഭംഗിയാണ് ഈ കെട്ടുകൾ തന്നെ വളർന്നിരിക്കുക. മോട്ടിവേ ഞാൻ പറയാറ് ഇപ്പം MLAയുടെ സ്കോപ്പ് പോയി ഫ്രണ്ടിൽ എന്താണെയോ ഗസ്കാത്തിൽ പോയതിന് പകരം ഇവിടെ ക്ഷീണിപ്പിക്കാം. അപ്പം പ്രത്യേകം ഞാൻ ഇവിടെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ
Hi.